സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പടരുകയാണ്. LDFിൽ താരതമ്യേന കുറഞ്ഞ കാലയളവിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് എമ്മും CPMും തമ്മിലുള്ള തർക്കങ്ങളാണ് മുന്നണിയുടെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉടലെടുത്ത വലിയ പ്രതിസന്ധി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിലും ആ അസ്വാരസ്യങ്ങളുടെ പ്രതിഫലനമാണ് തൊട്ടു പിന്നാലെ കൊല്ലം കോർപ്പറേഷനിൽ കണ്ട പുതിയ തർക്കങ്ങൾ. ആദ്യമായി പ്രതിസന്ധി രൂക്ഷമായത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നിർണയത്തെ ചൊല്ലിയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ഉറച്ച നിലപാടാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത്. ഈ അധിക സീറ്റ് നേടിയാൽ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയായി മാണി ഗ്രൂപ്പ് മാറും. ഇത് തങ്ങളുടെ പ്രാദേശിക മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളിയാകുമെന്ന ഭയം CPMനുണ്ടായിരുന്നു. അധികമായി വന്ന 10ാമത്തെ സീറ്റിൽ CPI കൂടി അവകാശവാദം ഉന്നയിച്ചതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. സീറ്റ് വിഹിതം ഉറപ്പാക്കിയില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിലപേശൽ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഭയം ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. മാണി ഗ്രൂപ്പ് മുന്നണി വിടുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം എന്ന സൂചനകൾ ശക്തമായതോടെ CPM സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഇടപെട്ടു. കോട്ടയത്തെ സീറ്റ് തർക്കങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന് വരുത്തി തീർക്കുകയും കേരള കോൺഗ്രസ് എമ്മിനെ ചേർത്തണച്ച് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ കോട്ടയത്ത് താൽക്കാലികമായി പുകച്ചിൽ ഇല്ലാതായി എന്ന് പറയാം. എന്നാൽ കോട്ടയത്തെ ഈ സമവായം പൂർണ്ണമായ പരിഹാരമായിരുന്നില്ലെന്ന് സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം ഈ പ്രഖ്യാപനം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമാനമായ തർക്കം മുന്നണിയിൽ കൊല്ലം കോർപ്പറേഷനിൽ പൊട്ടിപ്പുറപ്പെട്ടു. കൊല്ലം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് എം 2 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ CPM പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ല. കോട്ടയത്തെ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നതിലെ കടുത്ത അമർഷം CPM പ്രാദേശിക നേതാക്കൾക്കിടയിൽ പൂർണ്ണമായും അടങ്ങിയിട്ടില്ലെന്നതിന്റെ പ്രതിഫലനമാണ് കൊല്ലത്തെ ഈ പുതിയ തർക്കം. കഴിഞ്ഞ തവണ പോർട്ട് ഡിവിഷനിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. അതേ ഡിവിഷൻ തന്നെ ഇത്തവണയും വേണമെന്ന ഉറച്ച നിലപാടിലാണ് മാണി ഗ്രൂപ്പ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ മാണി ഗ്രൂപ്പിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിനു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. എന്നാൽ ഇത്തവണ പോർട്ട് ഡിവിഷനിൽ മുമ്പത്തേക്കാൾ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ജോസും കൂട്ടരും. അക്കാര്യം LDFനെ അറിയിച്ചെങ്കിലും അക്കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ ആയിട്ടില്ല. പോർട്ട് ഡിവിഷൻ CPIക്ക് നൽകാനുള്ള നീക്കങ്ങളാണ് CPIMൽ നടക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് മാണി ഗ്രൂപ്പ് ഉള്ളത്. പോർട്ട് ഡിവിഷനും അക്കോലി ഡിവിഷനുമാണ് വേണ്ടതെന്ന ഉപാധിയാണ് ജോസ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഏകദേശ ചർച്ചയിൽ പറഞ്ഞു വരുന്നത് തെക്കുഭാഗം ഡിവിഷൻ കോൺഗ്രസ് എമ്മിന് നൽകാം എന്നാണ്. പക്ഷേ അവിടെ ഒട്ടും വിജയസാധ്യത ഇല്ലാത്ത ഡിവിഷനാണെന്ന വിലയിരുത്തലാണ് M വിഭാഗം. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നതിലെ നിരാശ പ്രാദേശിക തലങ്ങളിൽ ഇപ്പോഴും ഒരു അന്തർധാരയായി തുടരുകയാണ്. കോട്ടയം മുതൽ കൊല്ലം വരെ പടരുന്ന ഈ സീറ്റ് തർക്കങ്ങൾ LDFിലെ മാണി ഗ്രൂപ്പിന്റെ ഭാവി എന്താക്കും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ പൊരുത്തക്കേടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നണിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.